നമസ്കാരം. പുതിയ വീഡിയോ DA ക്ഷാമബത്ത ക്ഷാമാശ്വാസം കേന്ദ്ര സർക്കാർ 2% കൂട്ടി എന്ന വാർത്തയാണ്. അപ്പൊ ഇന്നലെ ചേർന്ന കേന്ദ്ര മന്ത്രിസഭ യോഗം കേന്ദ്ര ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA അല്ലെങ്കിൽ DR 2% വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഒരു വർഷം 2 തവണയാണ് DR-ഉം DA-യും ഒക്കെ റിവൈസ് ചെയ്യുന്നത്. അത് ജനുവരി 1 മുതലും എല്ലാ വർഷവും ജനുവരി 1 മുതലും ജൂലൈ 1 മുതലും ആണ്. ഇപ്പോൾ ഈ പ്രഖ്യാപിച്ചിരിക്കുന്ന DA-യുടെ പ്രാബല്യം എന്ന് പറയുന്നത് 2026 ജനുവരി 1 മുതലാണ്. നിലവിൽ അവിടെ കേന്ദ്ര ജീവനക്കാരുടെ, നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ജീവനക്കാരെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഇതിന് ശേഷം പറയും. നിലവിൽ കേന്ദ്ര ജീവനക്കാരുടെ DA അവിടെ 58%. ഇതിപ്പോൾ 7ാം ശമ്പളപരിഷ്കരണത്തിലാണ് അവിടെ കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ നിൽക്കുന്നത്. കേന്ദ്രത്തിൽ 8ാം ശമ്പളപരിഷ്കരണത്തിൻ്റെ ഈ ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇപ്പോൾ നിലവിൽ കേന്ദ്ര ജീവനക്കാരുടെ DA അഥവാ DR എന്ന് പറയുന്നത് 58%. ഇത് ഇപ്പോൾ 2% പ്രഖ്യാപനം കൂടി ആയപ്പോൾ അത് 60%ആയിട്ട് വർദ്ധിക്കും. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ കേന്ദ്ര ജീവനക്കാർക്ക് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം ഇപ്പോൾ കുടിശ്ശികയായിട്ടുണ്ട്. ആ 3 മാസങ്ങളിലെ 2026 ജനുവരി 1 മുതലാണല്ലോ ഇത് പ്രാബല്യം. അപ്പോൾ ഇപ്പോൾ 3 മാസത്തെ കുടിശ്ശിക ആയിട്ടുണ്ട്. അത് ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. അതിപ്പോൾ ഓർഡർ നമ്പറൊക്കെ ആക്കി ഉത്തരവായിട്ട് ഇറങ്ങും. മന്ത്രിസഭയുടെ അനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. ഏകദേശം 50.5 ലക്ഷം 50.5 ലക്ഷം ജീവനക്കാർക്കും ഏകദേശം 68.3 ലക്ഷം പെൻഷൻകാർക്കും ഇതിൻ്റെ പ്രയോജനം ലഭിക്കും. ഓർമ്മിക്കുക, ഇത് സംസ്ഥാനത്തെ കാര്യമല്ല പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ കാര്യമാണ്. 6791 കോടിയുടെ അധിക ബാധ്യത ഈ വർധന മൂലം ഉണ്ടാകുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. സാധാരണയായി ജനുവരിയിൽ പ്രഖ്യാപിക്കേണ്ട ഈ വർധനവ് DA ചേഞ്ച് ഏപ്രിൽ വരെ നീണ്ടുപോയി എന്നത് ഒരു സാധാരണ സംഭവിക്കാത്ത കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഏപ്രിൽ, മാർച്ച് 3 4ാമത്തെ മാസം DA-യുടെ പ്രാബല്യം വന്നതിന് ശേഷം 4ാമത്തെ മാസമാണ് പ്രഖ്യാപിക്കുന്നത് എന്ന കാര്യം അത് സാധാരണഗതിയിൽ സംഭവിക്കാത്ത ഒരു കാര്യമാണ്. എല്ലാ കാലത്തും സാധാരണഗതിയിൽ തന്മാസം അല്ലെങ്കിൽ പിറ്റേ മാസം, ഇപ്പോൾ ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ തന്നെ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഇപ്രാവശ്യം ഒരു 4 മാസം വരെ ഇത് നീണ്ടുപോയി എന്നതാണ് സത്യം. കേന്ദ്ര ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഞാൻ പറഞ്ഞല്ലോ, 8ാം ശമ്പള കമ്മീഷൻ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. കഴിഞ്ഞത് അവരെ സംബന്ധിച്ച് 7 നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞത് 11 ഇപ്പോൾ സംസ്ഥാനത്ത് 12 അവരെ സംബന്ധിച്ച് ഇപ്പം നടക്കുന്നത് 7 ഇത് 8ാം ശമ്പള പരിഷ്കരണ കമ്മീഷനുകളെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇനി കേരളത്തിൽ നിലവിൽ നമുക്കറിയാം, 2026 മാർച്ചിലെ ശമ്പളത്തോടൊപ്പം, ഇക്കഴിഞ്ഞ മാർച്ചിലെ ശമ്പളത്തോടൊപ്പം 35% DA അല്ലെങ്കിൽ DR ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ശമ്പളം എന്ന് പറഞ്ഞാൽ മാർച്ചിലെ ശമ്പളമാണ്, എന്നാൽ ഏപ്രിലെ പെൻഷനിലാണ് വർധനവ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ചേഞ്ച് ആവാനുള്ള കാരണം എന്ന് പറയുന്നത് പെൻഷൻ എപ്പോഴും മുൻകൂറായി തരുന്ന ഒന്നാണ്. ശമ്പളം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏപ്രിൽ മാസത്തെ ശമ്പളം എന്ന് പറയുന്നത് അത് മെയ് മാസത്തിലാണ് കൊടുക്കുക. ഏപ്രിൽ 30-ന് ശേഷം മാത്രമേ കൊടുക്കുകയുള്ളൂ. എന്നാൽ ഏപ്രിൽ മാസത്തെ പെൻഷൻ എന്ന് പറയുന്നത് ഏപ്രിൽ 1-ന് കൊടുക്കും. അപ്പോൾ പെൻഷൻ മുൻകൂറും ശമ്പളം അത് മാസം കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണഗതിയിൽ കൊടുക്കുന്നത്. അതുകൊണ്ടാണ്
ഇപ്പൊ നമുക്ക് കിട്ടിയ 35%, സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും അധ്യാപകർക്കും ഒക്കെ കിട്ടിയ 35% DA എന്ന് പറയുന്നത് മാർച്ചിലെ ശമ്പളത്തിലാണ്. എന്നാൽ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അത് ഏപ്രിലെ പെൻഷനിലാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഈ കേന്ദ്രം പ്രഖ്യാപിച്ച 2% സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടണമെങ്കിൽ അത് കേരളത്തിലെ മന്ത്രിസഭ അംഗീകരിച്ചിട്ട് ഉത്തരവാകണം. എന്നാൽ മാത്രമേ സംസ്ഥാനത്ത് ഈ 2% കിട്ടുകയുള്ളൂ. അത് വരാനിരിക്കുന്ന മന്ത്രിസഭ അംഗീകരിക്കേണ്ടതാണ്. അത് എന്ന് നമുക്കിപ്പോ പറയാൻ കഴിയില്ല. ഇപ്പൊ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണഗതിയിൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന DA പെർസെൻറ്റേജ് അല്ലെ DR പെർസെൻറ്റേജ് അതുപോലെ തന്നെ സംസ്ഥാനത്തും നടപ്പിലാക്കുകയാണ് പതിവ്. എന്നാൽ കേന്ദ്രം പ്രഖ്യാപിക്കുന്ന ആ സമയത്ത് തന്നെ അല്ലാതെ എഫക്റ്റ് പഴയ ഡേറ്റിലാണെങ്കിലും തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചില മാസങ്ങൾ വളരെയധികം 10, 35, 30, 35, 39 മാസം വരെ നീണ്ടുപോയ കാലഘട്ടങ്ങളുണ്ട്. അപ്പം അതിൽ നമ്മളെ സംബന്ധിച്ചും ഇപ്പോൾ ഏകദേശം ഏപ്രിൽ എന്തായാലും പ്രഖ്യാപനം വരില്ല, പുതിയ മന്ത്രിസഭയൊക്കെ വരേണ്ടിയിരിക്കുന്നു. അപ്പോൾ 4 മാസം 4 ഗഡു ഇപ്പൊ തന്നെ 4 മാസത്തെ കുടിശ്ശിക ഇപ്പൊ തന്നെ നീണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന ഇത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ ടൈമാണ്, പുതിയ മന്ത്രിസഭ ഭരണം ഏറ്റെടുത്തതിന് ശേഷം ഒക്കെയാണ് ഈ 2% DA/DR എന്ന് കൊടുക്കണം എന്നൊക്കെയുള്ള കാര്യത്തിൽ തീരുമാനം വരികയുള്ളൂ. അപ്പോൾ സ്റ്റേറ്റിൽ അങ്ങനെ ഈ 2% കൂടി നമ്മുടെ സംസ്ഥാനത്തും അംഗീകരിക്കുമ്പോൾ നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും DA അല്ലെങ്കിൽ DR എന്ന് പറയുന്നത് 37%. അപ്പം 35-ൽ നിന്ന് 2% വർദ്ധിച്ച് 37% ആകും. അതിൽ സർവീസിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള അടിസ്ഥാന ശമ്പളത്തിന്റെ 2% വർദ്ധിപ്പിക്കുക. പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പെൻഷന്റെ 2%. എന്നാൽ കമ്മ്യൂട്ടേഷൻ പീരീഡ് അവസാനിക്കാത്തവർക്കും അടിസ്ഥാന പെൻഷന്റെ 2%മാണ് DR കൂട്ടുന്നത്. അപ്പൊ DRനെ സംബന്ധിച്ച് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അവരുടെ ബേസിക് പെൻഷന്റെ അടിസ്ഥാന പെൻഷന്റെ 2%മാണ് ഈ വർധനവായിട്ട് കണക്ക് കൂട്ടുന്നത് എന്ന കാര്യവും ഇവിടെ നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും ഈ DA അല്ലെങ്കിൽ DR എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വിവാദപരമായിട്ടുള്ള പെൻഷൻകാരെയും ജീവനക്കാരെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും അതൃപ്തി ഉളവാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ക്ഷാമബത്ത അഥവാ ക്ഷാമാശ്വാസം എന്ന് പറയുന്നത്. കാരണം മറ്റൊന്നുമല്ല, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വളരെയധികം ഇപ്പോൾ ആ കുടിശ്ശികകളൊക്കെ ഗഡുക്കൾ തന്നെങ്കിലും വളരെയധികം മാസത്തെ കുടിശ്ശികകൾ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടാനുണ്ട് എന്നതാണ് സത്യം. ആ കുടിശ്ശിക എന്ന് പറയുന്നത് ശരിക്കും DAയുടെ കണക്കനുസരിച്ച് 2021 ജനുവരി മുതൽ 2025 ജൂലൈ വരെയുള്ള കുടിശ്ശിക ഗഡുക്കള് പല മാസങ്ങളാണ് കിട്ടാനുണ്ട്. ശരിക്കും 286 മാസത്തെ കുടിശ്ശിക നമുക്ക് കിട്ടാനുണ്ട്. അത് ഇപ്പോൾ അവസാനം കഴിഞ്ഞ മിനിസ്ട്രിയുടെ അവസാനം ഇലക്ഷനോടനുബന്ധിച്ച് പ്രഖ്യാപനം വന്നിരിക്കുന്നത് ഈ 10 ഗഡു DA 8 ഗഡു തരുമെന്ന്. ആ 8 ഗഡു എങ്ങനെയാണെന്നറിയില്ല, 8 ഗഡുവായി 4 വർഷം കൊണ്ട് തന്നു തീർക്കുമെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഇലക്ഷന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം. ഇപ്പൊ യഥാർത്ഥത്തിൽ 10 ഗഡു ഉണ്ട്. അപ്പൊ ഒരുപക്ഷെ ഈ 10 ഗഡുവും മൊത്തം കണക്ക് കൂട്ടി ആ 10 ഗഡു എന്ന് പറയുന്നത് നമുക്കറിയാം 2021 മുതലുള്ളതാണ് ഈ 10 ഗഡു. 2021 ജൂലൈ മുതൽ 2025 ജൂലൈ വരെയുള്ള ജനുവരി ടു 1/2021 ടു 7/2025 അത് 10 ഗഡുവാ കൊടുക്കാനുള്ള. ഗഡു ഇതാണ്: 2%, 3, 3, 3, 4, 3, 3, 3, 2, 2 ഇത്രയും. അപ്പോൾ 2021 2%, പിന്നെ 3%, പിന്നെ 3%, പിന്നെ 3%, പിന്നെ 4%, പിന്നെ 3%, പിന്നെ 3%, വീണ്ടും 3%, പിന്നെ 2%, പിന്നെ 2%. ഇങ്ങനെ ശരിക്കും 10 ഗഡു ഉണ്ട്.
ആ 10 ഗഡു ഒരുപക്ഷെ ഈ 8 ഗഡു 4 വർഷമായിട്ട് കൊടുക്കുമെന്നാണ് പ്രഖ്യാപനം. അപ്പൊ ഈ 8 ഗഡു എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇത് മൊത്തം ഈ 10 ഗഡുവും മൊത്തം കണക്ക് കൂട്ടി ആ എമൗണ്ടിനെ 8 കൊണ്ട് ഹരിച്ച് 8 ഗഡു 4 വർഷമായിട്ട് തരികയാണ് ചിലപ്പോൾ ഉണ്ടാവുക. അല്ലെങ്കിൽ പേർവിഷൻ വരെയുള്ള 8 ഗഡുക്കള് 4 വർഷമായിട്ട് തന്ന് പേർവിഷൻ പീരീഡ്, അതായത് ആ പീരീഡ് മുതൽ, അതായത് 7/2024 മുതലാണ് പേർവിഷൻ എന്ന് പറയുന്നത്, 2024 ജൂലൈ മുതലാണ് പേർവിഷൻ എന്ന് പറയുന്നത്. ആ പീരീഡ് വരെ 8 ഗഡു കണക്കായിട്ട് അത് 4 വർഷമായിട്ട് തന്ന്, അല്ലെങ്കിൽ ബാക്കി വരുന്നത് 2 പേർവിഷനിൽ എങ്ങനെയാണോ മെർജിങ് വരിക അതിനനുസരിച്ചുള്ള തീരുമാനവും ആവാം. പക്ഷെ ഇതിനൊന്നും ഒരു വ്യക്തതയില്ലായിരുന്നു. അത് തരും, അത് ഓർഡർ മാത്രമേ ഇടാനുള്ളൂ, അനുമതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോക്ക്. ഒരിക്കലും ഒരു കഴിഞ്ഞ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രശ്നങ്ങൾ എന്താന്ന് വെച്ചാൽ, എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ദൂരെ നിന്ന് നമ്മൾ നോക്കി കാണുമ്പോൾ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ജീവനക്കാരും പെൻഷൻകാരും ഇഷ്ടപ്പെടാതിരുന്ന ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയാണ്. അത് മുന്നണി ഏതോ ആയിക്കോട്ടെ, അതല്ല പറയുന്നത്. വ്യക്തിപരമായിട്ട് ഈ ധനകാര്യ വകുപ്പ് മന്ത്രി ഒന്നും തരാത്ത മന്ത്രി എന്നുള്ള ഒരു ഖ്യാതി നേടിയ ഒരു കാലഘട്ടമാണ് നമ്മൾ കടന്നുപോയത്. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറയുന്നത് കേട്ടോ. എങ്കിൽ പോലും നമ്മൾ പഴയ കാലം ഒന്നും സ്മരിക്കുന്ന അല്ല, മറക്കാതെയാണ് ഞാനിത് പറയുന്നത്. കാരണം 2002 AK ആന്റണിയുടെ മന്ത്രിസഭയിലൊക്കെ അങ്ങനെ 32 ദിവസം ജീവനക്കാര് ശമ്പളമില്ലാതെ സമരം ചെയ്ത ഒരു കാലഘട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും മറക്കുന്നില്ല. പക്ഷേ ഈ അടുത്ത കാലത്ത് നമുക്ക് അതിനൊക്കെ ശേഷം ആ 2012 2002 ആന്റണി പറഞ്ഞിരുന്നു 10 പൈസ ഇല്ലാത്ത ഗവൺമെന്റ് ആണ്, ഒന്നും കൊടുക്കാൻ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞതിൽ നിന്ന് നമ്മൾ വളരെയധികം മുമ്പോട്ട് പോയി. 2004 പേർവിഷൻ നടന്നു, 2009 പേർവിഷൻ നടന്നു, 2014 പേർവിഷൻ നടന്നു. ഒരുപക്ഷെ 2014 പേർവിഷനൊക്കെ സൂപ്പർ പേർവിഷൻ എന്നാണ് പറയപ്പെടുന്നത്. അതൊക്കെ നടന്നു. 2019 പേർവിഷൻ അല്ലെങ്കിലും അതൊരു കണക്ക് കൂട്ടി തന്നു. അങ്ങനെയൊക്കെ കാലങ്ങൾ പോയെങ്കിലും ആ കാലഘട്ടത്തിൽ ഒന്നുമില്ലാത്ത ചില സംഭവ വികാസങ്ങൾ നമ്മൾ, അതായത് 2002 32 ദിവസം സമരം ചെയ്തിട്ട് പിന്നെയും ഒരു 19 വർഷത്തോളം വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം കമ്പാരിറ്റീവ്ലി ബെറ്റർ പീരീഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നാൽ അതിനുശേഷം 2021 മുതലാണ് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വന്നത്. അപ്പോൾ ഒരുപാട് കുടിശ്ശികൾ, എന്തുകൊണ്ടാണ് അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിൽ പോലും നമുക്ക് ജീവനക്കാരെയും പെൻഷൻകാരെയും സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യം നമ്മൾ നോക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഇതിന് ഉത്തരവാദിത്തപ്പെട്ടവർ അല്ലെങ്കിൽ നമ്മൾ വോട്ട് ചെയ്ത് ഏൽപ്പിച്ചവർ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടാനുള്ളതിന് മറ്റു പല കാരണങ്ങളും പറയുന്നതിൽ ഒരർത്ഥവും ഇല്ല. അതിവിടെ വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ എന്ത് തന്നെയായാലും അതിനൊക്കെ ഒരു പരിഹാരം, ഈ കുറച്ചൊരു അനുകൂലമായ നിലപാട് ഇലക്ഷനോട് അടുത്തപ്പോൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൂടുതൽ നല്ല തീരുമാനങ്ങൾ എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇപ്പോഴും നമുക്ക് കിട്ടാനുള്ള 286 മാസത്തെ DA കുറിച്ച്, ആ DAയുടെ തരവിനെ കുറിച്ചൊക്കെ 8 ഗഡുവായി തരുമെന്നൊക്കെ പറഞ്ഞെങ്കിലും അക്കാര്യത്തിലൊന്നും ഒരു വിശദമായ വ്യക്തമായ ഉത്തരവ് ഇറക്കാതെയാണ് വീണ്ടും ഈ എലക്ഷൻ നടന്നത്. ഇനി വരാനിരിക്കുന്ന ഗവൺമെന്റ് അതിലൊക്കെ പക്ഷേ ബഡ്ജറ്റിൽ അതിന്റെ അലോക്കേഷൻ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് തന്നെയായാലും നന്നാവട്ടെ, കൂടുതൽ അതിനെപ്പറ്റി പറയുന്നില്ല. മറ്റൊന്ന്, ഇനി പേർവിഷൻ കമ്മീഷന്റെ ഒരു റിപ്പോർട്ട് കൂടി ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് വരേണ്ടതായിട്ടുണ്ട്. 2024 ജൂലൈ 1 മുതലാണ് അതിന്റെ എഫക്റ്റ്. പക്ഷേ അത് എന്ന് അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, പേ കമ്മീഷന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിപ്പോർട്ട് എന്ന് വരുമെന്നൊന്നും 3 മാസത്തെ കാലാവധിയാണ് കൊടുത്തതെങ്കിലും യാതൊരു കാരണവശാലും ആ 3 മാസത്തിനകത്തേക്ക്, കഴിഞ്ഞ കാലങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത്, റിപ്പോർട്ടൊന്നും വരില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 1 വർഷത്തിന് ശേഷം മാത്രമേ അതിൻ്റെ റിപ്പോർട്ട് മിക്കവാറും സമർപ്പിക്കാൻ സാധ്യതയുള്ളൂ. ആ റിപ്പോർട്ട് വന്നാലും നമുക്ക് ഇതിനകത്ത് എത്ര ശതമാനം DA മെർജ് ചെയ്യുമെന്നൊന്നും മുൻകൂട്ടി നമുക്ക് കാലങ്ങളായി നടക്കുന്ന ഒരു രീതി വേണമെങ്കിൽ പറയാമെന്നല്ലാതെ അതിൽ എത്ര ശതമാനം DA മെർജ് ചെയ്യും, അല്ല മെർജിങ് ഇല്ലാതെ മറ്റെന്തെങ്കിലും മാർഗമാകുമോ എന്നൊക്കെ നമുക്ക് ഇതിനകത്ത് വന്നാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇനി 1 വർഷം കൊണ്ടൊക്കെ ഈ റിപ്പോർട്ട് വന്നാലും അത് പഠിക്കാൻ പിന്നീടും കുറച്ച് സമയങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കും. അതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഇതിൻ്റെ പേർവിഷനൊക്കെ നടക്കുകയുള്ളൂ എന്ന കാര്യം, അതൊന്നും നമുക്ക് മുൻകൂട്ടി കണക്ക് കൂട്ടിയിരിക്കാൻ കഴിയാത്ത സംഭവങ്ങളാണ്. ഇപ്പം നമുക്ക് ആകെ പറയാൻ പറ്റുന്ന കൃത്യസമയത്ത് കിട്ടാനുള്ള DA/DR
അത് ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൃത്യമായിട്ട് അത് വിലസൂചികയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാവുന്ന സംഭവമാണ്. അത് കൃത്യമായിട്ട് കൊടുക്കാൻ വേണ്ടി ഏത് ഗവൺമെൻറ് ആയാലും ശരി, ഈ വരാനിരിക്കുന്ന ഗവൺമെൻറ്റുകളൊക്കെ അക്കാര്യത്തിൽ ഒരു നല്ല തീരുമാനം എടുക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതിനനുസരിച്ച് ഇത് വാങ്ങാനും വാങ്ങിയെടുക്കാനും നമ്മളുടെ ജീവനക്കാരുടെ സംഘടനകളും പെൻഷൻകാരുടെ സംഘടനകളിലും ഒപ്പം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒപ്പം നിൽക്കണം. ഇപ്പൊ ഈ കണ്ടുവരുന്ന പല കാര്യങ്ങളും ഇതിൽ അവസാന ന്യായീകരണങ്ങളായിട്ട് മാറുകയും അത് സംഘടനകളൊക്കെ തന്നെ ഏതെങ്കിലും ഭരണത്തിന്റെ പക്ഷത്തേക്ക് ചാഞ്ഞു നിൽക്കുകയും ജീവനക്കാരെ ഏതെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അത് പിന്നെ അതിന്റെ മറുപടി ആ രീതിയിൽ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് കാര്യമില്ല. നമ്മളെ സംബന്ധിച്ച് ഏത് ജീവനക്കാരനായാലും ഏത് പെൻഷൻകാരനായാലും ശരി, അവരുടെ സംഘടന അവർക്ക് വേണ്ടിയിട്ട് നിലനിൽക്കണം, അവർക്ക് വേണ്ടി കിട്ടാനുള്ളത് വാങ്ങിച്ചു കൊടുക്കേണ്ടതാണ് എന്ന കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാം വരാനിരിക്കുന്ന ഗവൺമെന്റിൽ പ്രതീക്ഷ അർപ്പിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ എന്ന കാര്യം ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.